ഹായ് 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 നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വാൾപ്പാറയിലേക്കാണ് കേട്ടോ. വാൾപ്പാറ ടൗണിനടുത്താണ് നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മളെ ടൗണ് മുഴുവൻ, വാൾപ്പാറ ടൗണ് മുഴുവൻ ചുറ്റിക്കാണുക, ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്താണെന്നുള്ളത് നോക്കുക. അതാണ് നമ്മുടെ പരിപാടി. ഇപ്പോൾ വാൾപ്പാറ, ഊട്ടി, കൊടൈക്കനാൽ, അതുപോലെ നമ്മുടെ കേരളത്താണെങ്കിൽ ഇടുക്കി, മൂന്നാർ, മറ്റു ഭാഗങ്ങളൊക്കെ ടൗണിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഒരു വ്യത്യസ്ത തരം വൈബാണ്. ടൂറിസ്റ്റ് പ്ലേസ് അല്ലാതെ തന്നെ ഒരു പ്രത്യേക ഒരു വൈബാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു വൈബാണ് ഞാനിന്ന് ഇവിടെ വാൾപ്പാറയിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു വൈബ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലാവരും കറക്റ്റായിരിക്കും. बिरयानी चिली चिकन बिरयानी बिरयानी അതായത് ഈ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഷോപ്പുകളാണ്. അത്യാവശ്യം ഇപ്പോൾ ബേക്കറികളാണെങ്കിലും ഇപ്പോൾ ഡ്രസ്സിൻ്റെ ആണെങ്കിലും അങ്ങനെ ഉള്ള ഷോപ്പുകളാണ്. വൃത്തിയായില്ല. ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാലേ ഒരു പക്ക മാർക്കറ്റാണ്. അതായത് ഫ്രൂട്ട്സ് ആണെങ്കിലും അതുപോലെ തന്നെ പച്ചക്കറി കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു മെയിനായിട്ടുള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് അടിക്കണം. കാരണം ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു 8:30 ആകുമ്പോഴേക്കും ഏകദേശം കടകളൊക്കെ ക്ലോസിങ് ആയി തുടങ്ങി. ഇനി വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുഡ് കിട്ടാൻ ചാൻസ് ഇല്ല, പട്ടിണി കിടക്കേണ്ടി വരും. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു കട കണ്ടു കഴിഞ്ഞാൽ ഫുഡ് അടിക്കണം. അത് കഴിഞ്ഞിട്ട് അടയ്ക്കാത്ത കടകളുണ്ടെങ്കിൽ വ്ലോഗ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ അവസാനം ഒരു ഹോട്ടൽ വന്നു കയറിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് നടന്നിട്ടാണ് കേട്ടോ ഈ ഹോട്ടൽ കണ്ടെത്താൻ പറ്റിയത്. 1-2 ഹോട്ടൽസ് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ക്ലീനായിട്ടും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കയറാൻ തോന്നുന്ന പോലത്തെ 2-3 ഹോട്ടൽ കണ്ടുള്ളൂ. ബാക്കിയൊക്കെ ഈ അത്യാവശ്യം ഈ നമ്മുടെ പാലക്കാട് കാണുന്ന പോലെ കാളങ്ങടയും അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ ചിലപ്പോൾ കൂടുതലും നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്നല്ലാതെ നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ വരുന്നവർക്ക് ചിലപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേക കാര്യങ്ങളൊന്നും ചിലപ്പോൾ സെറ്റായെന്ന് വരില്ല. കട കുഴപ്പമില്ല, ക്ലീനായിട്ടുള്ള കടയാണ്. ഫുഡും അതുപോലെ തന്നെ നന്നായിട്ടുണ്ട്. കഴിച്ചതിന് ശേഷം ഫുഡ് നല്ല അഭിപ്രായമാണെങ്കിൽ മാത്രം കടൻ്റെ ബോർഡ് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചാണ്. ഫുഡ് നന്നായിട്ടുണ്ട്, അതുകൊണ്ട് എന്തായാലും ഞാൻ കടൻ്റെ ബോർഡ് കൂടെ കാണിക്കുന്നതായിരിക്കും. ഫുഡ് എങ്ങനെ എടുപ്പാനേ? നന്നായിട്ട് പൊതുവേ നമ്മൾ ഈ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഫുഡ് പുറത്തുനിന്ന് അധികം കഴിക്കാറില്ല. കാരണം വേറെ ഒന്നും ഉണ്ടല്ല, ഒരു പ്രത്യേകത ഒരു മസാല ഫുഡായിരിക്കും. നമുക്ക് ചിലപ്പോൾ ഫുഡ് സെറ്റായെന്ന് വരില്ല, അപ്പോൾ അതുകൊണ്ട് കഴിക്കാറില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീൽ കിട്ടിയില്ല. നമ്മുടെ ഈ കേരളത്തൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫീൽ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പൊറോട്ട കഴിഞ്ഞ് ഒരു അഡീഷണൽ ചപ്പാത്തി കൂടെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് നന്നായിട്ടുണ്ട്, നല്ല അഭിപ്രായം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ പറഞ്ഞ പോലെ തന്നെ നല്ല അഭിപ്രായം തന്നെയാണ് ഫുഡ്. അപ്പോൾ നിങ്ങൾ വാൾപ്പാറ വരികയെന്നുണ്ടെങ്കിൽ ഇവിടെ കഴിച്ചോളൂ, ധൈര്യത്തിൽ നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. നമ്മളിപ്പോൾ അവിടെ ടൗണിൽ തന്നെയാണ് കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ 1 kg നമ്മൾ അവക്കാഡോ പറയുന്നത് 100 രൂപയാണ്. നമ്മുടെ അവിടെ കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. സാധാരണ ലുലു എന്നൊക്കെ എടുക്കാറ്, പക്ഷേ പച്ച കളറല്ല, കുറച്ച് പഴുത്ത ഐറ്റമാണ് എടുക്കാറ്.
പക്ഷേ റേറ്റ് ഇത്തിരി ഒന്ന് രണ്ട് പീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 260 രൂപ 180 260 ആ റേഞ്ചിലായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് 3-4 ദിവസം കൊണ്ട് പഴുക്കും എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. 100 രൂപയാണ് കിലോ വരുന്നത്. ലാഭമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ഒരു 1/4 കിലോ പ്ലംസ് കൂടെ വാങ്ങിയിട്ടുണ്ട്. 1/4 കിലോ പ്ലംസിന് 50 രൂപയാണ് പറയുന്നത്. റേറ്റ് മോശമൊന്നുമല്ല കേട്ടോ, റേറ്റ് കുഴപ്പമില്ല, നല്ല റേറ്റ് തന്നെയാണ്. അപ്പോൾ ടൗണിൽ നിന്ന് പർച്ചേസൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ റൂമിലേക്ക് പോവുകയാണ്. ടൗണിലെ കാഴ്ചകളെന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ തോന്നുന്നുണ്ട്. നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിക്കാം. എന്നെ സംബന്ധിച്ച് എനിക്ക് അധികം ഈ സ്ട്രീറ്റ് ഫുഡ്സ് തമിഴ്നാട്ടിൽ നിന്നൊന്നും സെറ്റാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പണിക്ക് നിന്നിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. പിന്നെ ഫുഡ് അടിച്ചു. നാളെ രാവിലെ ആതിരപ്പള്ളിയിലേക്ക് തിരിക്കുകയാണ്, മലക്കപ്പാറ റൂട്ട്. അപ്പോൾ അതൊരു വ്ളോഗായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മുടെ വ്ളോഗ് ഉണ്ടാവും, മലക്കപ്പാറ വ്ളോഗ് ഉണ്ടാവും. അപ്പോൾ അതുകൂടെ നിങ്ങൾ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ലൊരു വ്ളോഗുമായിട്ട് അടുത്തത് കാണുന്നവരെ ബൈ ബൈ.